CPM-ൽ തിരുത്തൽ ഇനി നടക്കില്ല. അതിന് തെളിവാണ് സമകാലിക സംഭവങ്ങൾ. നേതാക്കളുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നത് പാർട്ടി ലൈനല്ല. പാർട്ടി അംഗങ്ങളെ അല്ലാതെ ആരെയും ന്യായീകരിക്കുകയുമില്ല. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അന്തരിച്ച നേതാവ്. കോടിയേരിയുടെ മക്കൾക്ക് നേരെ ആരോപണമുയർന്നപ്പോൾ നിശബ്ദരായിരുന്നു പാർട്ടി. എല്ലാം കോടിയേരിയുടെ കുടുംബം ഒറ്റയ്ക്ക് നേരിട്ടു. എന്നാൽ പിണറായിയുടെ മകൾ വീണ വിജയന്റെ കാര്യം വരുമ്പോൾ CPM പ്രതിരോധം തീർക്കുന്നു, ന്യായീകരണം നിരത്തുന്നു, രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു. ഇതിനൊപ്പം വിവാദത്തിന് പിന്നിൽ പല സംശയങ്ങളും ഉയർത്തുന്നു. വിമർശന സ്വഭാവമുള്ള ചർച്ചകളിലൂടെ ഗുണകരമായ തീരുമാനമെടുത്തിരുന്ന പാർട്ടി നയമാണ് ദുർബലമാകുന്നത് എന്ന അഭിപ്രായം രഹസ്യമായി പങ്കുവയ്ക്കുന്ന നേതാക്കളുണ്ട്. കമ്മിറ്റികളിൽ ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരില്ല. നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി. സംസ്ഥാന സമിതി ചർച്ചകൾ ഏകപക്ഷീയമാണ്. എക്സാലോജിക്കിൽ നേതാക്കളാരും എവിടെയും അഭിപ്രായം പറയുന്നില്ല. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ന്യായീകരണം നടത്തുന്നു. ഇതെല്ലാം പാർട്ടിയുടെ പഴയ നയത്തിന് എതിരാണ്. കരിമണൽ കമ്പനിയായ CMRL വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായുള്ള പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പഴയ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർ പാർട്ടിയിലുണ്ട്. പരസ്യമായി പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും കുറയുന്നു. പക്ഷെ ആരും തുറന്നു പറയുന്നില്ല. 28, 29, 30 തീയതികളിൽ PVCC യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാകും. എന്നാൽ അവിടെയും ഈ വിഷയം ഉയരില്ല. എല്ലാവരും ചർച്ച കൂടാതെ വീണ വിജയന് പ്രതിരോധം തീർക്കും. മുൻപ് മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദന്റെ മകനെതിരെ ചില ആരോപണം ഉയർന്നിരുന്നു. അതെല്ലാം പാർട്ടി ഗൗരവത്തോടെ എടുത്തു. അരുൺകുമാറിനെ ആരും പിന്തുണച്ചില്ല. കടുത്ത നിലപാടുകൾ എടുത്ത് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനാണ്. പട്ടായ വിവാദത്തിലെ പല നടപടികളും ഉണ്ടായി. കോടിയേരിയുടെ മകൾക്കെതിരായ ആരോപണത്തിലും ഇതൊക്കെ ഏതാണ്ട് സംഭവിച്ചു. എന്നാൽ പിണറായി കുടുംബത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യാക്രമണവും. ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസി കേസെടുത്തപ്പോൾ ബിനീഷ് അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു പാർട്ടി നിലപാട്. അന്വേഷണം നടക്കട്ടെ, തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ, പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു കോടിയേരിയുടെ നിലപാട്. നേതൃത്വത്തിൽ നിന്നും കാര്യമായ പിന്തുണ കോടിയേരിക്ക് ലഭിച്ചില്ല. വീണ വിജയന്റെ പേരിൽ ആരോപണം ഉയർന്നപ്പോൾ പഴയ നിലപാടിനു പകരം ശക്തമായ പ്രതിരോധമാണ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായത്. പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ പ്രസ്താവനയിലൂടെ ആദ്യ പിന്തുണ നൽകി. നേതാവിന്റെ മകൾക്കായി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് അപൂർവമാണ്. വീണയുടെ കമ്പനിക്ക് സേവനത്തിന് നിയമപരമായി ലഭിച്ച പണമെന്നായിരുന്നു പ്രസ്താവന. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിരോധത്തിനായി മുന്നിൽ നിന്നു. എന്നാൽ അതെല്ലാം പൊളിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത്.